ഉണ്ടെങ്കിൽ വന്ന് വാങ്ങ. വാ വാങ്ങിക്കോ. സുമി നോ ഫോൺ താ. ഇല്ല താ സുമി. തരില്ല. കളിക്കല്ലേ ഫോൺ താ. തരില്ല. നോ സുമി ഫോൺ ഇങ്ങ് താ. തരാൻ ഇല്ല. സുമി താ. നോ സുമി ഫോൺ താ. സുമി താ. സുമി തന്നേ. നോ ദേ കളിക്കാൻ നിക്കല്ലേ. താ. ഇങ്ങ് തരാൻ. എന്തൊരു വേദനയാ. സോറി, ഐ എം റിയലി സോറി. ചോറ് പോഞ്ഞ വേദന പോവോ? അതെ, നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛമ്മയുടെ കുഴമ്പൊക്കെ ഇട്ടൊന്ന് തിരുമേ പോകാവുന്നതേ ഉള്ളൂ. അതെ, പിന്നെ മറക്കല്ലേ, സമയം കിട്ടുമ്പോഴേ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ പ്ലീസ്. അപ്പോ ഇപ്പോഴും വേളാങ്കണ്ണി എന്നുള്ള പിടിവിട്ടിട്ടില്ലല്ലേ? ഇനി പേടിക്കണ്ട. ഈ വീഡിയോയെ ഞാൻ എവിടെയും ഷെയർ ചെയ്യാൻ പോകുന്നില്ല, ആരെയും കാണിക്കാനും പോകുന്നില്ല. പോരെ? അച്ഛമ്മ ഇതെന്ത് ഭാവിച്ച? ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലെന്ന് ദാമോദരേട്ടൻ പറഞ്ഞല്ലോ. ഈ ഓട്സ് കുടിച്ചേ. പച്ചവെള്ളം പോലും എന്റെ തൊണ്ടയിന്ന് താഴേക്ക് ഇറങ്ങില്ല എന്റെ തക്കടോ. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരുന്നു ആ മാല. അച്ഛമ്മ ഇങ്ങനെ പട്ടിണി കിടന്ന നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. എന്റെ മുത്തശ്ശനെ നിധി പോലെ സൂക്ഷിച്ച മാലയായിരുന്നു അത്. കല്യാണത്തിന്റെ പുതുമോടി കഴിയുന്നത് വരെ മാത്രമേ ഞാനത് അണിഞ്ഞിരുന്നുള്ളൂ. പിന്നെ അതെനിക്കത് കാണാൻ പോലും കിട്ടിയിട്ടില്ല. അത്രക്ക് ഭദ്രമായി മുത്തച്ഛൻ സൂക്ഷിച്ച നിധിയാ അത്. അച്ഛമ്മ വിഷമിക്കണ്ട. നഷ്ടപ്പെട്ട മാല എന്ത് വില കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് അച്ഛമ്മയുടെ തക്കുടിന്റെ വാക്കാ. എന്തേ, അച്ഛമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ഇത് കുടിച്ചേ. കുടിക്കേ, പിടിച്ചേ. കുടിച്ചോട്ടോ. മോളെ, മോൾക്ക് പൊടി അലർജി ആണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നോ. അമ്മ വേഗം ഇവിടെ അടിച്ചു വരും. ഓ സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അമ്മ അടിച്ചു വാരിക്കോ. ഇതൊക്കെ അലക്കാനുള്ളതായിരിക്കും അല്ലേ? ഞാൻ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിടാം. അയ്യോ വേണ്ട, ഞാനിതൊക്കെ ഡ്രൈ വാഷിന് കൊടുത്തോളാം. അതാ പതിവ്. അത് നേരാ, വില കൂടി തുണികളല്ലേ, അതാ നല്ലത്. ഇതെല്ലാം അന്ന് കാണാതെ പോയെന്ന് പറഞ്ഞത്. മോളെ, മോളെ, സനു,
ഇതെവിടെ നിന്ന് കിട്ടി? ഈ കട്ടിലിന്റെ അടിയിന്ന്. ഇത് തന്നെയല്ലേ മോളെ അന്ന് നന്ദു എടുത്തു പറഞ്ഞത്? സോറി അമ്മേ. അത് പിന്നെ അന്നത്തെ ആ സാഹചര്യത്തില് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഐ എം റിയലി സോറി. ഞാൻ നന്ദിതയോട് എന്റെ ലിപ്സ്റ്റിക് പൗച്ച് തിരിച്ചു കിട്ടിയെന്ന് പറയാം. വേണ്ട, പറയണ്ട. കേട്ടോ മോളെ, ഇത് തിരിച്ചു കിട്ടിയ കാര്യം മോള് പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലേ എല്ലാരും കൂടി നമ്മുടെ രണ്ടുപേരുടെ തല്ലിലും തീ കോരിടും. അതുമല്ല, മോളിന് ഇത് തിരിച്ചു കിട്ടിയ കാര്യം നന്ദുവിനോട് ചെന്ന് പറഞ്ഞാൽ അവള് കൊമ്പത്ത് കയറും, മോളുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. എന്തായാലും എനിക്ക് സമാധാനായി. ഒത്തിരി വിലയുള്ള സാധനങ്ങളല്ലേ, തിരിച്ചു കിട്ടിയല്ലോ. മോളിതേ അൽമാരിയിൽ സൂക്ഷിച്ചു വെക്കും. ശരി. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഇതിനെയാ. കള്ളി എന്ന മുൾക്കിരയുടെ നന്ദിതയുടെ തലയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ബുദ്ധി അമ്മായിയമ്മ പറഞ്ഞു തന്നതായതുകൊണ്ട് അത് വെച്ച് അവരെ ഞാൻ വരച്ച വരയിൽ നിർത്തുകയും ചെയ്യും. എടാ, നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? ഏറിപ്പോയ ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ ഫ്രീ ആവാന്നേ. ചില പ്ലാനൊക്കെ ഉണ്ടളിയാ, നേരിട്ട് കാണുമ്പോ പറയാം. എടാ, ഞാൻ വിളിക്കാം, ഇത്തിരി തിരക്കില്ല. ശരിടാ, ബൈ. മാഡം, മാഡം നിധി സാറിനെ ഉണ്ടോ? ഇതെപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് പോയി. സാർ ഗോഡൌണിന്റെ ചായ വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? സ്ഥലം വിട്ടോ? കമ്പനിയിലെ ഉദ്യോഗം കൂടി ആകാശ് രാജിവെച്ച സ്ഥിതിക്ക് അവൻ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ ഇനി നിന്റെ വരുതിയിൽ വരണം. ചേച്ചി പറഞ്ഞ 100% ശരിയാണ്. ഇതാണ് പറ്റിയ അവസരം എന്റെ പൊന്ന് നിതീഷേ.
അയ്യോ. അതെ, ആകാശ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന് നമ്മളോടൊക്കെ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എല്ലാം കൊണ്ട് തോലച്ചിട്ട് ഇനി എന്നാ സംസാരിക്കാനാ? അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ വന്ന് പറയട്ടമ്പി. സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. പക്ഷേ മോഷണം മുതൽ തിരിച്ചു തരാതെയുള്ള ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറാവരുത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഒയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ മുദ്രയായ രത്നമാല, അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൈമോശം വന്നത്. അന്ന് പാർട്ടിയിൽ വെച്ച് ഞാൻ സാമാന്യം നന്നായി മദ്യപിച്ചിരുന്നു. എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന മാല അതുകൊണ്ടാണ് എനിക്ക് സൂക്ഷിക്കാൻ പറ്റാതെ പോയത്. ഇത് പറയാനാണ് അങ്ങോട്ട് വന്നേ? അല്ല, അതെനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയാൻ വേണ്ടിയാ വന്നേ. അശ്രദ്ധമായി ഞാനത് കൈകാര്യം ചെയ്ത കാരണം എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ മാല എൻ്റെ കാറിൽ വീഴായിരുന്നു. അത് ഇന്ന് യാദൃശികമായി കാറിന്റെ സീറ്റിനടിയിൽ നിന്നും എനിക്ക് കിട്ടി. ഇതാ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തായ ആ രത്നമാല. ഞാനിത് അതിന്റെ അവകാശിയായ സുമിതയെ തിരിച്ചേൽപ്പിക്കാം. എടാ, നീ പറയുന്നതൊക്കെ സത്യമാണോടാ ആകാശേ? നിധി, നീ ഭദ്രമായി സൂക്ഷിച്ച ആ മാല എങ്ങനെ ഇവന്റെ കൈ വന്നു? ഞാൻ ഒളിപ്പിച്ച സ്ഥലത്ത് നിന്ന് അതെടുക്കാൻ ഇവനല്ല, ഇവന്റെ ചത്തുപോയ തന്ത വിചാരിച്ചാലും പറ്റില്ല. താങ്ക് യു. അതവിടെ ഉണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. ഇവനെ വിളഞ്ഞ വിത്ത, നമ്മളെ വിറ്റ കാശ് ഇവന്റെ കയ്യിലുണ്ട്. എടാ, നീ എന്നോടൊന്ന് ക്ഷമിക്കടാ. എല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. സുമിത മാത്രമാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. പോട്ടെ ഗിരി, പോട്ടെ, സാരമില്ല. ഒക്കെ ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചതല്ലേ. നഷ്ടപ്പെട്ടെന്ന് കരുതിയത് തിരിച്ചു കിട്ടിയല്ലോ നമുക്ക്. ആ മാല അവിടെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പല്ലേ? നിധി, നീ ഇങ്ങനെ പോവല്ലേ? ഡാ നിക്കേ. ഡാ, നടന്ന കാര്യങ്ങളൊക്കെ അവൻ തുറന്നു പറഞ്ഞല്ലോ. ഡാ, അവന് സങ്കടായി. നീ അന്ന് ഈ മാലയുടെ പേരിൽ അവനെ കുറ്റപ്പെടുത്തിയില്ലേ? സത്യം വേറൊന്നായില്ലടാ. എന്തായാലും അമ്മയ്ക്കും അമ്മാവനും ആകാശിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയല്ലോ. അല്പം വൈകിട്ടാണെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അല്ല, ഈ ഇതിലിരിക്കുന്ന ഈ മാലയെ ഈ മുത്തശ്ശൻ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള ആ മാല ഒന്ന് പരിശോധിക്കണ്ടേ? അല്ല അമ്മേ, അല്ല എന്തൊക്കെയാ ഈ പറയുന്നേ? അത് സുമിതിക്ക് കണ്ട അറിഞ്ഞുകൂടെ? സുമി, ആ ബോക്സ് തുറന്നു കാണിച്ചേ. തുറന്നു കാണിക്കാം, പക്ഷെ അതെവിടെ വെച്ചല്ല. പിന്നെ എവിടെ വെച്ച്? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ട്? അതെല്ലാം വിശദമായിട്ട് പറയാൻ ഗിരി. ആദ്യം എന്റെ കൂടെ ഒന്ന് വരുമോ? ക്യാമറ നമ്പർ 5 എന്താ ഓൺ ചെയ്യാത്ത? അത് പിന്നെ മാഡം, അത് ഓൺ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നിതീഷ് സാറ്. നിങ്ങൾ നേരം കളയാതെ ഒന്ന് ഓൺ ചെയ്യൂ പ്ലീസ്. ഇത് നമ്മുടെ ഗോഡൌണിലെ ക്യാമറ അല്ലേ? ഇവൻ എന്താ അവിടെ ചെയ്യുന്നേ? എല്ലാം എടുത്ത് അങ്ങ് പോയാലോ?
നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സുമിത ഒരാൾ കാരണം മാത്രമാണ് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചത്. ഇങ്ങനൊരു തെറ്റിദ്ധാരണയുടെ പേരില് ഗിരിയും ആകാശം തമ്മിൽ അകന്നപ്പോ ഗിരിക്കുണ്ടായ വേദന ഞാൻ കണ്ടതാണ് ആകാശ്. അന്നു മുതൽ ഇതിന്റെ സത്യം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ള വാശി മാത്രമായിരുന്നു എനിക്ക്. അല്പം വൈകിട്ടാണെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പോയാലോ? നിരപരാധിയായി നിങ്ങളെ കള്ളനാക്കിയവരെ കാണണ്ടേ ആകാശിന്? ഹേയ്, എന്തിന്? അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഗിരിയെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാന്ന് പറ. ശരി ശരി. പുല്ലും സംഭവിച്ചിട്ടില്ല. മാല ഭദ്രമായിട്ട് അവിടെ തന്നെ ഉണ്ട്. എവിടെയാ കള്ളൻ ആകാശം? അപ്പോ മുത്തച്ഛന്റെ രത്നമാല മോഷ്ടിച്ചത് നീയാണല്ലേടാ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീയാണ് ആ മാല മോഷ്ടിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും പിടിയിട്ട് കഴിഞ്ഞു. നിന്റെ എല്ലാ കള്ളത്തരവും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു നന്ദി കെട്ടവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. എന്റെ ദൈവമേ, നിന്നെ ചേച്ചി എന്തായി അങ്ങോട്ട് മാറി. എടാ, നീ ഇനി ഒന്നും പറയണ്ട. നീ ഗോഡൌണിൽ പോകുന്നു, ആ മാല എടുക്കുന്നു, CCTV-യിലൂടെ എല്ലാരും കണ്ടു കഴിഞ്ഞു. നീ ഇത്ര അധപ്പതിക്കുന്ന ഞാനൊരിക്കലും കരുതിയില്ല നിധി. ഞാൻ നിന്നെ പൊന്നനിയനായിട്ട് കൊണ്ടു നടന്നതല്ലേ. എന്നോട് തന്നെ വേണമായിരുന്നു അയച്ചാതി. പൊയ്യാരത്ത് നാരായണൻ നമ്പ്യാരുടെ ചെറുമകൻ തന്നെയാണോടാ നീ? സ്വന്തം കുടുംബത്തിൽ മോഷണം നടത്തിയതും പോരാഞ്ഞിട്ട് നീ ആകാശിനെ കള്ളനാക്കി. എന്തൊക്കെ ക്ഷമിച്ചാലും പുറത്താലും ആകാശിനോട് നീ കാണിച്ച തെമ്മാടിത്തരത്തിന് നിനക്ക് മാപ്പില്ല നിധി. ഒരു കാലത്തും മാപ്പില്ല. SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്ത അമരക്കാരനായി വളരേണ്ട നീ ഒരു വെറും മാലക്കള്ളനായി അധപ്പതിച്ചിട്ടോടാ. കഷ്ടം. സിങ്കി കിടക്കുന്ന പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് പോ. കണ്ടിട്ട് അവള് കാണാത്ത പോലെ പോണു. അമ്മേ, രാവിലെ തന്നെ ഞാൻ അമ്മയോട് പറയുന്നുണ്ടേ, അടുക്കള പണി എന്റെ മാത്രം ജോലിയൊന്നും അല്ല. തമ്പുരാട്ടി കൂടെ വിളിക്ക്. നീ അവളിങ്ങനെ കുറ്റം പറഞ്ഞ് ഒരു ദിവസേ അവൾ അവനെ വിളിച്ചോണ്ട് അവളുടെ വീട്ടിൽ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നന്നായി പോയി. എനിക്കെന്റെ കട്ടിലും മുറിയും തിരിച്ചു കിട്ടുമല്ലോ.